Good afternoon, all. Good afternoon, ma'am. 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 ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ക്ലാസ്സാണ് ആദ്യം ഒന്ന് കയറിയേക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ കയറിക്കോളും. ഓക്കെ, അപ്പൊ ചാപ്റ്റർ ഒന്ന് ഫ്രണ്ട് ഓഫീസ് എടുക്കുക എല്ലാവരും. കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത് എല്ലാവരും വായിച്ചു കാണും അല്ലേ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? പഠിച്ചു നോക്കിയായിരുന്നോ? നമ്മളെ എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? എവിടെയാണ് പറഞ്ഞു നിർത്തിയതെന്ന് അറിയാമോ? CRM സോഫ്റ്റ്വെയർ പറഞ്ഞായിരുന്നു. CRM ഫുൾ എടുത്തായിരുന്നു അല്ലെ? അതിന്റെ അഡ്വാൻറ്റേജസ് എല്ലാം എടുത്തു, അതിന്റെ ഫോർമാറ്റ് കാണിച്ചു. വൈറ്റൽ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ്, സുപ്രധാന പ്രവർത്തനങ്ങൾ അല്ലെ ഫ്രണ്ട് ഓഫീസിന്റെ അതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത്? നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് അല്ലെ? ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനം പ്രധാനമായിട്ടും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് എന്നുള്ളതാണ്. ക്ലാസ് എടുക്കാനോ? എല്ലാവരും ഓക്കെയല്ലേ? നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് എന്താണെന്നുള്ളത് പ്രധാനമായിട്ടും കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ആവശ്യം എന്താണ് അല്ലെ, അവരുടെ ആവശ്യം എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷൻസ് പ്രധാനമായിട്ടും നിർദ്ദേശിക്കുക എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഇവർക്ക് പ്രത്യേക കഴിവുകളെല്ലാം ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് പ്രത്യേക കഴിവുകളെല്ലാം ഉണ്ടായിരിക്കുന്നതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു തന്നെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ച് പറയുന്നത്. എന്നാലും എന്താണ് ഓരോരോ ഫംഗ്ഷന് സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഫസ്റ്റ്ലി എന്താണ് രജിസ്ട്രേഷൻ. നമുക്കറിയാം ഒരു പേഷ്യന്റ് കസ്റ്റമർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെല്ലും അല്ലെ? നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുന്നത് ആദ്യം തന്നെ രജിസ്റ്റർ ചെയ്യണം. നമുക്ക് ഡോക്ടറെ കാണണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അല്ലെ? ആ ഒരു സീറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ. ദ പേഷ്യന്റ് ഓർ ഗസ്റ്റ് കമ്മിങ് ഫോർ ട്രീറ്റ്മെന്റ് ഓർ വില്ലിംഗ് ടു ഷോ എ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും റിസപ്ഷനിസ്റ്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. രജിസ്റ്ററിംഗ് ഗസ്റ്റ് എന്താണ് അതിന് പറയുന്നത്? ദ ഹോസ്പിറ്റൽ നീഡ്സ് ടു കീപ് എ കംപ്ലീറ്റ് രജിസ്റ്റർ ഓഫ് ഗസ്റ്റ് എസെൻഷ്യൽ ഫോർ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് വെൽ. അതായത് നമ്മളിപ്പോ ഒരു പേര് അല്ലെ, ഏജ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വരുന്നു, ഏത് ഡോക്ടറെ കാണുന്നു, ജസ്റ്റ് കുറച്ച് അത്രയും ഡീറ്റെയിൽസ് മാത്രമല്ല കളക്ട് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ, മറ്റു കാര്യങ്ങൾക്കും മറ്റു ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായ തരത്തിലുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യും. നമുക്കറിയാം അല്ലെ, അവിടെ നമ്മൾ കണ്ടായിരുന്നു ബില്ലൊക്കെ ഈസി ആയിട്ട് എററൊക്കെ കുറച്ചിട്ട് കൈകാര്യം ചെയ്യാം. അതായത് നമുക്ക് ഇപ്പോ ബിൽ സെക്ഷൻ നമുക്കറിയാം എന്ത് ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ട് പേയ്മെന്റുകളൊക്കെ നടപ്പാക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അവര് ജസ്റ്റ് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ഇൻഷുറൻസ് പാക്കേജ് ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും കൂടി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഷീറ്റ് എടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കളക്ട് ചെയ്യും. അതാണ് അവിടെ എടുത്ത് പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റിനും കൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് രജിസ്ട്രേഷൻ ടൈമിൽ റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്യുന്നത്. Okay, the hospital needs to keep a complete register of guests essential for other departments as well. നോക്കാം, അതിൽ എടുത്ത് പറയുന്നുണ്ട് മെഡിക്കൽ റെക്കോർഡ്. അത് നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് ടൈമില് ഹോസ്പിറ്റലിൽ വന്നു എന്നുള്ളത് മുതൽ
നമുക്ക് ഏത് അല്ലെ പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്താലും നമ്മുടേതായിട്ടുള്ള ഒരു ID പ്രൂഫില് അവിടെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് എല്ലാ ഡീറ്റെയിൽസും അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, കളക്ട് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാം ഏത് ഇയറിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണെങ്കിലും ഏത് ഇയറിലെ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് തെരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അവിടെ അതിൻ്റെതായ ഒരു രീതിയിൽ അതിൻ്റെതായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടിയിട്ടായിരിക്കും മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റില് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും അവിടെ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ അവര് കളക്ട് ചെയ്യും എന്നുള്ളതാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം, ഏജും കാര്യങ്ങളൊക്കെ അല്ലെ. ബില്ലിങ്ങില് നമുക്കറിയാം ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാർഡ് ഡയഗ്നോസിസ് അതേഴ്സ് കേസ് നമുക്കറിയാം അല്ലെ. നമുക്ക് കേസ് ഇൻപേഷ്യന്റ് ആയിട്ട് ആവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റൂം പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കുമോ, വാർഡാണോ എന്നുള്ളതൊക്കെ ജസ്റ്റ് ചോദിച്ചത് അല്ലെ. ഇനിയിപ്പോ നമ്മൾ ഇത്രയും കൂടി എന്താണ് കാഷ്വാലിറ്റി ബേസിൽ തന്നെയാണെങ്കിൽ കൂടി അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് അതൊക്കെ ചോദിക്കും അല്ലെ. തീർച്ചയായിട്ടും വാർഡ് പ്രിഫർ ചെയ്യുന്നുണ്ടോ, റൂം എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകാനാണോ, അങ്ങനെ പല പല ക്വസ്റ്റ്യൻസുകളും തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് ചോദിക്കും. അതനുസരിച്ചിട്ട് തന്നെ എന്താണ് പേഷ്യന്റ് ആയ കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് എന്തായിട്ട് ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത് രജിസ്റ്ററിംഗ് ഗസ്റ്റ്. ഓക്കെ ആണോ? പിന്നെ അതിന്റെ കൂട്ടത്തിൽ നോക്കാം ഡാറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. പേഴ്സണൽ ഡാറ്റ, എനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ, എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ. ഓക്കെ, നമുക്കറിയാം മിക്കപ്പോഴും ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു പേര് കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ ഡോക്ടറെ കണ്ട് അല്ലെ, പിന്നെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വേറൊരു ഫോമുകളൊക്കെയാണ് ഫില്ലപ്പ് ചെയ്ത് പോകുന്നത്. എങ്കിൽ കൂടി അവര് മസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫോൺ നമ്പർ അല്ലെ. ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്യില്ലേ? ഇല്ലേ? ഇപ്പൊ എവിടെയും ആദ്യം തന്നെ ഫോൺ നമ്പർ കളക്ട് ചെയ്യും അല്ലെ, ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട്. കേസ് എന്തെങ്കിലും സംതിങ് അല്ലെ സംഭവിച്ചു, എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ട്രാക്ക് ചെയ്യാനായിട്ട് അല്ലെ, അവരെ പിന്തുടരാനായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് എന്തെന്നത് ഫോണാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സംതിങ് അല്ലെ. ചിലപ്പോൾ നമുക്കറിയാം അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മറ്റ് കുറെ എവിഡൻസും കൂടി കൊടുക്കേണ്ട വരും അല്ലെ, ആധാർ ഐഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻ കേസ് നമുക്കറിയാം പുറത്തുനിന്ന് ഉള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ, നമ്മുടെ കൺട്രിയിലല്ല, ഇൻ കേസ് ആയുർവേദ ഹോസ്പിറ്റൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റിനൊക്കെ വരുന്ന പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള പാസ്പോർട്ട് സൈസിന്റെ പാസ്പോർട്ടിന്റെ ഐഡന്റിറ്റി പ്രൂഫും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവര് ചോദിച്ചറിയുന്നത്. അപ്പൊ എന്തായാലും ഒരു ഐഡന്റിഫിക്കേഷൻ കാര്യത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും എവിഡൻസ് എന്താണ് ഗസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആയ പേഷ്യൻസിൽ നിന്ന് കളക്ട് ചെയ്യും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. Personal data in information relating to an identified or identifiable natural person. Then example name, address, phone number, etc. In case നമുക്കറിയാം അങ്ങനത്തെ ഓരോ പേഴ്സൺ അല്ലെ വിഭാഗീകരണം ചെയ്ത് തന്നെയായിരിക്കും അവിടെ റിസപ്ഷനിസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോകാം. സ്ക്രീൻ കാണുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സ്ക്രീൻ കാണുന്നില്ലേ? കാണോ? സംതിങ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടായിരിക്കും, നെറ്റ് ഇഷ്യൂസ് ആയിരിക്കും. വിസിബിൾ ആണ് അല്ലെ? വിസിബിൾ ആണെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും വോയിസിന്റെയോ അല്ലെങ്കിൽ സ്ക്രീനിന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇൻഫോം ചെയ്യണം. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഞങ്ങൾ ഓക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്തെങ്കിലും അല്ലെ ഒന്നിച്ചാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പരിഹരിക്കേണ്ടതുണ്ടാവും. പക്ഷെ റയറായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്കും ആണെങ്കിൽ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. നോടെ റീജോയിൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. അല്ലെങ്കിൽ റേഞ്ച് ഉള്ള പ്ലേസിലേക്കൊക്കെ പോയി ചെയ്താൽ ഓക്കെ ആവുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളെ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പോയിക്കോട്ടെ. നെക്സ്റ്റ് നോക്കാം. എന്താണ് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ജസ്റ്റ് കളക്ട് ചെയ്യുക മാത്രമല്ല അല്ലെ, നമ്മള് ഇൻഫോർമേഷൻസ് രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക മാത്രമല്ല
വരുന്ന പേഷ്യൻസിന് അല്ലെങ്കിൽ വരുന്ന കസ്റ്റമറായ ഗസ്റ്റുകൾക്കെല്ലാം തന്നെ ഇൻഫോർമേഷൻസ് ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും അല്ലെ. നമുക്കറിയാം ചോദിക്കുകയോ അല്ലെ നമ്മൾ ഇന്ന ഡോക്ടർ ഉണ്ടോ, ഇന്ന സ്കാൻ ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കായിട്ടായിരിക്കും ഏതോ ഒരു കസ്റ്റമർ വരുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് തന്നെ ഇൻഫോർമേഷൻസ് വിവരങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ആ താരിഫ് അതിന്റെ ഫസ്റ്റ് ഇതായിട്ട് വരുന്നത് താരിഫാണ്. താരിഫ് എന്ന് വെച്ചാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് പിന്നെ GST കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചില ഫംഗ്ഷൻ അല്ലെ ഓപ്പറേഷനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണെങ്കിൽ GST ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ചിലപ്പോൾ അവരോട് അടയ്ക്കേണ്ടതായിട്ട് പറയും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇൻഫോർമേഷൻസ് അവർക്ക് മനസ്സിലായി എന്ന് വരും. അപ്പൊ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും എന്താണ് ഇതില് GST കാണിച്ചിരിക്കുന്നത് എന്താണ്. നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് മറുപടി പറയേണ്ടതുണ്ട്. ഇതൊരു ടാക്സ് ആണ്, ഇതിന്റെ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള ഇതുകൾ ചെയ്യുമ്പോൾ ഗവൺമെന്റിന് ഈടാക്കി കൊടുക്കേണ്ട ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത്ര പെർസെന്റേജ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ പേയ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ഗസ്റ്റിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അതും റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ്. എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ് എന്നൊക്കെ പറയുന്നത്? ചില ഹോസ്പിറ്റലിൽ അല്ലെ നമുക്ക് അറിയാം ഒരു ഇത്രയും ഏജ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെ ചില ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ചില പേയ്മെന്റ് ഒക്കെ നടത്തുന്നതിൽ ചിലപ്പോ ചില ഇളവുകളൊക്കെ അനുവദിക്കും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ അവരുടെ തൃപ്തിയാക്കി വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും വരും അല്ലെ. അപ്പൊ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഇളവുകൾ ഉണ്ടെങ്കിൽ അത്തരം മാറ്റേഴ്സ് ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സീനിയർ സിറ്റിസൺ ക്ലബ് ആണോ എന്നുള്ളതാണ്. ഇതിനകത്ത് സീനിയർ സിറ്റിസൺ ക്ലബിന്റെ ഒക്കെ എന്തെങ്കിലും അല്ലെ ചില ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ ഇതിന്റെയൊക്കെ ഇതുകള് എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല. ചിലതിനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾക്കറിയാലേ ചില ഡയാലിസിസും ഇതുകളൊക്കെ ആണെങ്കിൽ ചിലർക്ക് ചില ഇളവുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഏജ് ഓവർ നമുക്കറിയാം സാധാരണ വരുമാനം കുറഞ്ഞവർക്ക് ചെറിയൊരു ഇളവുകളൊക്കെ അനുവദിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് എന്താണ് അതർ പാക്കേജസ്. നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും അല്ലെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ബിസിനസ്സിന് നമുക്കറിയാം ഇപ്പൊ കാർഡ് ബേസ് ചെയ്തിട്ടൊക്കെയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം അതില് എന്താണ് ആ ഒരു ബേസിൽ എന്തെങ്കിലും ഡിഡക്ഷൻസ് ഇളവുകളൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ വരുമാനത്തിന്റെ ആ ഒരു കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഇളവുകൾ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ പങ്കുവെച്ചു കൊടുക്കണം. നേരത്തെ പറഞ്ഞ മാതിരി ടാക്സിന്റെ കാര്യം അല്ലെങ്കിൽ ഏജുമായി ബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലും ഡിഡക്ഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വരുമാനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിഡക്ഷൻ കിട്ടുമ്പോൾ അതെല്ലാം എന്താണ് ഇവർക്ക് പറഞ്ഞു കൊടുത്താലാണ് കസ്റ്റമേഴ്സിന് അത് മനസ്സിലാവുള്ളൂ അല്ലെ. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കുക. അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്. അതായത് നമുക്കറിയാം ഇതേമാതിരി തന്നെ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് അല്ലെ. ഹോസ്പിറ്റലില് എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് നടത്തി പോകേണ്ടതുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലബോറട്ടറിന്നൊക്കെ നമുക്ക് റിസൾട്ട് അവൈലബിൾ ആണ് അല്ലെ. ഒരുപാട് ടൈം എടുക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമുക്ക് SMS അല്ലെങ്കിൽ എന്തെങ്കിലും വാട്സപ്പ് വഴിയൊക്കെയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും രോഗം തന്നെ നമ്മുടെ സ്കാനിങ്ങോ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിന്റെയൊക്കെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ഇന്ന സമയത്ത് വന്ന ഡോക്ടറിനെ ജസ്റ്റ് കാണുന്നതിന് വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന ആ തൊട്ട് മുമ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നിങ്ങളുടെ റിസൾട്ട് ഒക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കാം അല്ലെ. നിങ്ങൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി, നിങ്ങളുടെ നമ്പർ കൊടുത്താൽ മതി, നിങ്ങൾക്ക് അത് കളക്ട് ചെയ്തിട്ട് ഡോക്ടറെ കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാം വിവരങ്ങളെല്ലാം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള പേഷ്യൻസിന് നൽകുക എന്നുള്ളതും ആരുടെ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് എന്താണ് എമർജൻസി ഓർ ഇൻപേഷ്യൻസ്. നമുക്കറിയാം എമർജൻസിക്ക് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെ അവർക്ക് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എന്താണ് ഇതുകളൊക്കെ ഉണ്ട്, നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് നമ്മുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു കൺസൾട്ടേഷന് വരുന്ന മാതിരിയാണോ എമർജൻസിക്ക് വരുമ്പോൾ സീറ്റ് എടുക്കുന്നത്? ആണോ? ഇടയ്ക്കിടയ്ക്ക് നമ്മള് അല്ല, കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു നമ്പർ ഉണ്ടാവും അല്ലെ. ആ നമ്പർ കൊടുത്തിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവര് അത് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഡോക്ടറെ കാണുന്നത് അല്ലെ.
അതേസമയം എമർജൻസിക്ക് വരുമ്പോ എങ്ങനെയാണ്? നമുക്ക് അങ്ങനെയൊന്നും എടുക്കാനുള്ള ടൈമില്ല അല്ലെ? ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ഒരു ഡെലിവറിയുടെ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ കയ്യിൽ അതൊന്നും എടുക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ സമീപിച്ചാൽ മതി അല്ലെ? ഒരു ആക്സിഡന്റ് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാർമസിയിൽ നിന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഫോം ഫിൽഅപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെന്നാൽ മതി. കാരണം അങ്ങനത്തെ ഫോം കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എന്താണ്, മെഡിസിൻ ഒക്കെ പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ക്യൂവിൽ നിന്നൊന്നും മേടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവും അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫോർമേഷൻസ് എമർജൻസി കേസുകളാണ് വരുന്നതെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ബെനഫിറ്റ്സ് അല്ലെ, ആ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനൊക്കെ എന്തെങ്കിലും ഗുണകരമായ കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത്തരം മാറ്റേഴ്സും എന്താണ് റിസപ്ഷനിസ്റ്റ് ആണ് പങ്കുവെക്കേണ്ടത്. ഓക്കെ, ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ് ക്ലിയർ ആയോ? ചെറിയ ചെറിയ ഇതുകളാണ്, ജസ്റ്റ് ഒന്ന് മീൻ ചെയ്താൽ മതി എന്താണ് അവര് പല ഇൻഫോർമേഷൻസും കൊടുക്കുമെന്നുള്ളത്. വായിച്ചു നോക്കാം. ചിലപ്പോഴെങ്കിലും ടേം താരിഫ് എന്തുമായി റിലേറ്റ് ചെയ്യുന്നതാണെന്നൊക്കെയുള്ള ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ടാക്സുമായി റിലേറ്റ് ചെയ്യുന്നതാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അല്ലാതെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഒരുപാടൊന്നും ചോദിക്കുന്നില്ല. എന്നാലും ഇൻഫോർമേഷൻ ഗസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഫൈൻസ് ഏതാന്നുള്ളതൊക്കെ ഒന്ന് വരുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കാറുള്ളത് അല്ലെ? താരിഫ്, സീനിയർ സിറ്റിസൺ, അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് റിസപ്ഷനിസ്റ്റ് പേഷ്യൻസിന് പകർന്നു കൊടുക്കുന്നത്. ഓക്കെ, ഈ സീനിയർ സിറ്റിസൺ ക്ലബിന് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോ ചില സാമൂഹ്യ നീതി വകുപ്പുകളൊക്കെ ചില ആനുകൂല്യങ്ങളൊക്കെ അല്ലെ കൊടുക്കുന്നുണ്ട്. അതും ഇവർക്ക് പാക്കേജ് ആയിട്ട് തന്നെ കിട്ടാനായിട്ടുള്ള ചാൻസുകളുണ്ട് അല്ലെ? പല സ്കീമുകളുണ്ട് അല്ലെ? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ആ സ്കീമില് ഇവർക്ക് വേണമെങ്കിൽ ഏജ് വെച്ചിട്ട് മെമ്പറായിട്ട് ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെയുള്ള സ്കീമുകളൊക്കെ? ഇല്ലേ? പുതിയ പുതിയ അപേക്ഷ വരുമ്പോ പേരുകൾക്കൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടാവുക മാത്രമേ ഉള്ളൂ. യെസ്, അബൌട്ട് 70 ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇതുകളുണ്ട്. ഓരോ ഏജിനനുസരിച്ചിട്ട് ഓരോ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസുകളുണ്ട് അല്ലെ? അപ്പൊ അതൊന്നും കസ്റ്റമേഴ്സിന് അധികം അറിവുണ്ടാവണമെന്നില്ല അല്ലെ? ചിലർക്കറിയാട്ടോ, ചിലർക്കൊന്നും അധികം അറിവ് ഉണ്ടാവണമെന്നില്ല. അത്തരത്തിലുള്ള അറിവൊക്കെ റിസപ്ഷനിസ്റ്റ് അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം, ക്യാഷ് കളക്ഷൻ. എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ക്യാഷ് കളക്ഷൻ. The registered amount to be collected from the guest and should be deposited to the cash at the end of the day or before closing the counter handover to another person. നമുക്കറിയാം, അവിടെ വെറുതെ ഒന്നും ആർക്കും ഒരു ചീട്ടെടുക്കാൻ പറ്റില്ല അല്ലെ? ഉണ്ടാവാൻ പറ്റുമോ? ഇല്ല. ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ നമ്മള് ചീട്ടെടുക്കുമ്പോ എന്താണ്, നമുക്കൊരു പേയ്മെന്റ് അവിടെ മസ്റ്റ് ആയിട്ട് പേ ചെയ്യാം അല്ലെ? കേസ് ചില എന്തെങ്കിലും ഒരു ഡിഡക്ഷൻ ഉള്ളവർക്ക് അതിൻ്റെതായ ചെറിയ ആനുകൂല്യം കിട്ടും. എങ്കിൽ കൂടി നമുക്കറിയാം എന്തായാലും ഒരു പേയ്മെന്റ് തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ, അതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഒരു ചെറിയ പേയ്മെന്റ് അവർ ഈടാക്കുന്നുണ്ട് അല്ലെ? കുട്ടികൾക്കാണെങ്കിൽ അവർ പേയ്മെന്റ് ഈടാക്കുന്നില്ല എന്നുള്ളത് ഒഴിച്ച് ബാക്കി അല്ലെ വയോജനങ്ങൾക്കും ഒരുപക്ഷെ റെസ്ട്രിക്ഷൻ ഇതുണ്ടാവുമായിരിക്കും. എങ്കിൽ കൂടി അവിടെ എന്താണ്, ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മസ്റ്റ് ആയിട്ട് മിക്കപ്പോഴും എന്താണ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടൊക്കെ ക്യാഷ് പേയ്മെന്റ് അടയ്ക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റിന് എന്റെ കയ്യില് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്യാഷ് കളക്ഷൻ, ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതെന്താ പറയുന്നത്, അത് അവര് കറക്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഷുഡ് ബി ഡെപ്പോസിറ്റ് ടു ദ ക്യാഷ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അല്ലെ? ഒരു ദിവസത്തിന്റെ അവസാനം ആവുമ്പോഴേക്കും അത് ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്കറിയാം 24 hours വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് പേഴ്സൺ വരും അല്ലെ? നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും അടുത്ത പേഴ്സൺ ഓക്കെ ആ ഒരു ചാർജ് എടുത്ത് റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എടുത്ത് പറയുകയാണ്, ബിഫോർ ക്ലോസിംഗ് ദ കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ പേഴ്സൺ. അടുത്ത പേഴ്സൺ വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഫസ്റ്റ് ഡേയുടെ ആ എമൗണ്ട് ക്ലോസ് ചെയ്യണമെന്നുള്ളത്. ഡേ ഒരു അവസാനം ആകുമ്പോഴേക്കും അതിന്റെ ബില്ലിംഗ് കാര്യങ്ങളൊക്കെ എത്രത്തോളം പേര് അഡ്മിഷന് വന്നു അവരുടെയൊക്കെ ക്യാഷും കാര്യങ്ങളൊക്കെ എന്താണ് അത് ക്ലോസ് ചെയ്യണം. നെക്സ്റ്റ് പേഴ്സൺ അടുത്ത ചാർജ് ആണ് ഏറ്റെടുക്കുന്നത്.
ഞാൻ അദ്ദേഹത്തിന്റെ ഷിഫ്റ്റ് കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അല്ലെ അദ്ദേഹത്തിന്റെ എമൗണ്ടും ക്ലോസ് ചെയ്യും. ഓക്കെ, ആ ഒരു ഓർഡറിൽ തന്നെയാണ് ക്യാഷ് കളക്ഷൻ അവിടെ നടപ്പാക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ ആണല്ലോ ക്യാഷ് കളക്ഷൻ. അല്ലേ? നെക്സ്റ്റ് നോക്കാം, ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ്. എന്താണ് ഇൻഫോർമേഷൻ എൻക്വയറി? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡ്ലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, എപ്പോഴും എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, പേഷ്യൻസ് എപ്പോഴും അൺവെൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും വരുന്നത്. അപ്പൊ അവരിൽ നിന്ന് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുക എന്നുള്ളതും വളരെ ശ്രദ്ധയോടും അല്ലെ, നല്ല ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിലൊക്കെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. Rudeness is a weak person's attempt at strength. നമുക്കറിയാം എപ്പോഴും എന്താണ് മനുഷ്യത എന്നുള്ളത് ഉള്ള രീതിയിലായിരിക്കരുത് നമ്മൾ അത് കളക്ട് ചെയ്യേണ്ടത്. എപ്പോഴും എന്താണ് അതിന്റെ മീനിങ് പറയുന്നത്, പരിശുദ്ധ ഒരു ദുർബല വ്യക്തിയുടെ ശ്രമഫലമാണ്. എന്നുവെച്ചാൽ നമ്മള് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളത് റിസപ്ഷനിസ്റ്റിന്റെ ആ എബിലിറ്റി കൊണ്ട്, അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടാണ്. ചിലപ്പോ ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് അത് ചിലപ്പോ വാക്കുകൾ തന്നെ വരികയായിരിക്കും. കാരണം അത്രയ്ക്കും പെയിനും കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ടെൻഷൻ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു റിസപ്ഷനിസ്റ്റിന്റെ കഴിവ് കൊണ്ടാണ് അദ്ദേഹത്തിൽ നിന്നും കുറെ ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരുന്നത്. നോക്കാം, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ബി കോൺസിഡറേറ്റ് ഫ്രണ്ട്ലി ആൻഡ് കേർട്ടിയസ്. എപ്പോഴും നമ്മൾ എന്താണ് ഇവരെ കളക്ട് ചെയ്യുമ്പോൾ അല്ലെ, നമുക്ക് എപ്പോഴും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമ്പോഴും എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏത് രീതിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്? അവരൊരു ഫ്രണ്ട്ലി രീതിയിൽ തന്നെ അപ്രോച്ചോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കണം, മര്യാദയോടും വിനയത്തോടും അല്ലെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം അവരിൽ നിന്നും പേഷ്യൻസിൽ നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട്. പ്രാക്ടീസ് കർട്ടസി സേവ് പ്ലീസ് അല്ലെ, മര്യാദ എന്നുള്ള ആ ഒരു മീനിങ്ങിൽ എടുക്കുമ്പോഴെപ്പോഴും നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഒരു പ്രാവശ്യമൊക്കെ അവർ പറഞ്ഞു പോയാലും റിസപ്ഷനിസ്റ്റിന് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു മര്യാദയുടെ ലാംഗ്വേജ് പ്ലീസ് റിപ്പീറ്റ് അല്ലെ, നമ്മളെപ്പോഴും ആ ഒരു മര്യാദ വെച്ച് പുലർത്തിക്കൊണ്ട് ചോദിച്ചറിഞ്ഞ് വിവരങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എക്സ്പ്ലെയിൻ ഡു ഇറ്റ് പേഷ്യന്റിലി എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ഹെഡിങ്സ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കാം. ഞാൻ പിന്നെ റഫായിട്ട് പറഞ്ഞു, ചിലപ്പോഴെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെ ഇതേ ഇൻഫോർമേഷന്റെ അണ്ടറിൽ വരുന്ന ഈ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റിലാണ് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ താരീഫ് എന്നുള്ള ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പൊ എന്താണ് ഇതുമായി റിലേറ്റ് ചെയ്തതാണെന്നുള്ളൊരു കണ്ടീഷൻ വന്നപ്പോ എല്ലാവർക്കും കുട്ടികളെ എല്ലാവർക്കും ചിലപ്പോൾ അത് മൈൻഡിലേക്ക് വന്നില്ല ഇങ്ങനെ ഒരു പ്രോബ്ലം ആണ്. അത് എന്താണ് അത് ടാക്സുമായി റിലേറ്റഡ് ആയിരുന്നു എന്നുള്ളത് മൈൻഡ് ചെയ്യാം. അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഇതിൽ നിന്ന് കണ്ടിട്ടില്ല. ഓക്കെ, എങ്കിലും ജസ്റ്റ് ഹെഡിങ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് ഇൻഫോർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്? നമ്മൾ എപ്പോഴും പറഞ്ഞ മര്യാദയോട് കൂടിയിട്ടും വിനയത്തോട് കൂടിയിട്ടും അതേമാതിരി തന്നെ ഫ്രണ്ട്ലി അപ്രോച്ചോട് കൂടിയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും നമ്മൾ എന്താണ് വളരെ അല്ലെ ക്ഷമയോട് കൂടി പേഷ്യന്റ്ലി എന്ന് പറഞ്ഞാൽ ക്ഷമയോട് കൂടിയിട്ട് അവരോട് ഇടപെടാനായിട്ട് ശ്രമിക്കുക. then accommodate the other viewpoints. In case അവരുടെ കാഴ്ചപ്പാടുകൾ കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ. അവർ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല ഡോക്ടറിനെ കുറിച്ചിട്ട് പറയാനായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണോ അവരുടെ മൈൻഡിൽ വേണമെങ്കിൽ അതിനെ കുറിച്ചിട്ട് വിവരിച്ചു കൊടുക്കുക അല്ലെ. അപ്പൊ അവരുടെ കാഴ്ചപ്പാടുകൾ കൂടി മനസ്സിലാക്കിയിട്ട് അവർക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കുക. നല്ല ക്രിറ്റിസിസം, അതായത് നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാവാം. നമുക്കറിയാം ചിലപ്പോഴെങ്കിലും ഒരുപാട് ക്യൂ നിന്നിട്ടാണ് നമുക്ക് പറ്റിയത്, അല്ലെങ്കിൽ ഡോക്ടറെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, നമ്മൾ പോയിട്ട് അല്ലെ എന്താണ് ട്രീറ്റ്മെന്റും കഴിഞ്ഞ് പോയിട്ട് ചിലപ്പോഴെങ്കിൽ അസുഖം പെട്ടെന്ന് വീണ്ടും എത്രയും പെട്ടെന്നൊക്കെ വരണ്ട വന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങളും ഇവര് പറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെല്ലാം പറയാനുള്ള ഒരു അവസരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചിലപ്പോ ഈ പ്രാവശ്യം ശരിയാവുമായിരിക്കും. ചിലപ്പോ അത് ഫസ്റ്റ് ടൈമിലെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ടായിരിക്കാം, അങ്ങനെ അല്ലെ ആ മരുന്നിനോട് പൊരുത്തപ്പെടാൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അഡ്വൈസ് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് ഇൻഫോർമേഷൻ എൻക്വയറി ഹാൻഡിൽ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം അദ്ദേഹത്തിന് ആ ഒരു കഴിവ് ഉണ്ടാകും. Then report marketing, sorry, report making. എന്താണ് റിപ്പോർട്ട് മേക്കിങ്ങിൽ പറയുന്നത്? സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്സ്. അതായത് നമുക്ക് ചിലപ്പോഴെങ്കിലും എന്താണ് റിസപ്ഷനിസ്റ്റിന് ചില റിപ്പോർട്ടുകളെല്ലാം അല്ലെ മാനേജ്മെന്റ് ആവശ്യപ്പെടുകയാണ്, ഈ ടൈമിൽ വന്ന പേഷ്യൻസിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ അണ്ടറിലുള്ളത് കൊണ്ട് തന്നെ അവർ റെസ്പോൺസിബിൾ ആണ് അല്ലെ.
അതേമാതിരി തന്നെ ഗവൺമെന്റിന് ചിലപ്പോഴെങ്കിലും നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ എത്രത്തോളം പേഷ്യൻസ് കോവിഡുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ വന്നിരുന്നു അല്ലെ, അത്രത്തോളം പേഴ്സൺസിന് വലിയ പ്രശ്നമൊന്നുമില്ലാതെ സുഖമായിട്ട് തന്നെ തിരിച്ചുപോയി. അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ടൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം രജിസ്ട്രേഷന്റെ കൗണ്ടറിൽ നിന്നാണ് എത്ര പേര് ഇതുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും റിപ്പോർട്ട്, ഇന്നത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡെത്ത് റേറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അങ്ങനെയുള്ള സെൻസസ് റിപ്പോർട്ടുകളോ മറ്റേതെങ്കിലും റിപ്പോർട്ടുകളൊക്കെ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതും റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു ഫംഗ്ഷനാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. First one, registration. Then second one, information to the guest. Then third one, cash collection. And fourth, information or inquiry. Handling. Handling in our പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. Then fifth one, report making. Okay, അല്ലേ? സ്പീഡ് കൂടുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? മിസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടുതലിന്റെ എസ് ആണോ? ഓക്കെ, ഇല്ല എങ്കില് ഓക്കെ, അപ്പൊ നമുക്ക് കൈകാര്യം ചെയ്യാം. നിങ്ങൾ സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും ഇൻഫോം ചെയ്യണോട്ടാ. ചിലർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു നിങ്ങൾ വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ള പേഴ്സൺസ് ആണ്. നമ്മുടെ ലാംഗ്വേജ് തന്നെ ചിലർക്ക് സ്ലോലി തന്നെ ക്യാച്ച് ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്പീഡ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെടാം. എന്തായാലും എല്ലാവരും തന്നെ പരമാവധി നമ്മൾ എന്താ പറയുക പഠിച്ചു തന്നെ പോകാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നെക്സ്റ്റ് പറയാനുള്ളത്? ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? നമുക്കറിയാം നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പേഷ്യൻസ് ആയ കസ്റ്റമർ വരണം അല്ലെ, അവരോട് അത്രയും മര്യാദയോട് പെരുമാറണം, അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. അവരെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഹോസ്പിറ്റലിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. പേഷ്യൻസ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? പറ്റുമോ? നല്ല ഡോക്ടറും ഇല്ല അല്ലെ. നല്ല ഡോക്ടറും നല്ല എക്യുപ്മെന്റ്സ് സംഭവങ്ങളൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പേഷ്യൻസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ കൂട്ടി പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് മസ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. അവരെന്തായാലും വരണം അല്ലെ. അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും കസ്റ്റമേഴ്സ് എങ്ങനെയാണ് വിട്ടുപോകുന്നത്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ വിട്ടുപോകാനായിട്ടുള്ള സാധ്യത? 1% ഡൈ, അതായത് ഇതിൽ പറയുന്നത് 1% ആൾക്കാര് നമുക്കറിയാം ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആവശ്യനിലയിലൊക്കെ ആകുമ്പോൾ അവര് മരിച്ചു പോകുന്നുണ്ട്. Then 3% മൂവ് എവേ, നമുക്കറിയാം അല്ലെ, വേറെ ഏതെങ്കിലും ഇതിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത 3% ആൾക്കാർക്കുണ്ട്. Then 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, അതായത് നമ്മൾക്കറിയാം മറ്റേതെങ്കിലും റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇല്ല, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്താണ് മനസ്സിലായില്ല. 3% മൂവ് എവേ, ക്ലിയർ ആയില്ലേ? അതായത് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ ചിലപ്പോൾ ആണെങ്കിലും മതിയായ സൗകര്യങ്ങൾ അവിടെ ഒന്നും ഇല്ല എന്ന് അവിടെ റിലേറ്റീവ്സിന് തോന്നിയിട്ട് അല്ലെ, നമ്മുടെ പേഷ്യൻസിനെയും കൊണ്ട് അവിടെ നിന്ന് പേര് വെട്ടിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഉണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലേ? ഇല്ലേ? ഞാൻ വെറുതെ പറയുന്നതാണോ? അങ്ങനെയൊക്കെ സംഭവിക്കില്ലേ? ഉണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ എല്ലായ്പ്പോഴും പേഷ്യൻസിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ അവരും കൊണ്ടുപോകും. റിലേറ്റീവ്സിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവര് പേര് വെട്ടിച്ചൊക്കെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ഒരു 2-3% അങ്ങനെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1% മരിച്ചു പോകുന്നുണ്ട് പേഷ്യൻസ്. 2-3% അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അല്ലെ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. Then 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, നമുക്കറിയാം ഒരു മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും പിന്നെ പോകും അല്ലെ. ഹസ്ബൻഡിന്റെ ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലൊക്കെ ആയിരിക്കും ഹോസ്പിറ്റലിൽ പോകുക അല്ലേ. നമ്മളിപ്പോ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും
ആ രീതിയിൽ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? സാധ്യതയില്ലേ? ഉണ്ടാവൂലേ? ഓക്കെ. നെക്സ്റ്റ് വീണ്ടും പറയുന്നത് 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺ. ഇവിടെ 9% പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് റീസൺ എന്ന് പറയുമ്പോൾ മത്സര സ്വഭാവമുള്ള ഹോസ്പിറ്റലിന്റെ ഒരു സ്വഭാവം കൊണ്ട്. അതായത് നമുക്കറിയാം ഇതേ ഫെസിലിറ്റി, ഇതേ ഡോക്ടർ, ഇതേമാതിരി തന്നെ നല്ല ഡോക്ടറും സേവനങ്ങളൊക്കെയാണ്. പക്ഷെ മറ്റൊരു ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ? അവിടെ മെഷീന്റെ സാന്നിധ്യം കൊണ്ട് പല കുറെ കൂടി സൗകര്യങ്ങൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്. ഡോക്ടർ നഴ്സുമാരുടെ ട്രീറ്റ്മെന്റ് മാത്രമല്ല പേഷ്യൻസ് ആഗ്രഹിക്കുന്നത്, മറ്റ് സൗകര്യങ്ങളുടെയും കൂടി സാന്നിധ്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റലിലാണ് നമുക്കറിയാം. പുതിയ ഹോസ്പിറ്റലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും അല്ലെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്രയും നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സും നല്ല സേവനങ്ങളൊക്കെ ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പേഷ്യൻസ് നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഹോസ്പിറ്റലാണ് അത്. ഓക്കെ, ഫിനാൻസിന്റെ കാര്യത്തിലൊക്കെ സെയിം പേയ്മെന്റിന്റെ കാര്യങ്ങളാണ് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോയി അത്രയും സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് എത്ര ശതമാനം എന്ന് പറയുന്നത്? ഒരു 9% അല്ലെ? ഒരു 9% ആൾക്കാര് അങ്ങനെ പോകാനുള്ള സാധ്യതയാണ്. Then 14% are dissatisfied with the product or service. ചിലപ്പോഴൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി മൂവ് അവേ ഇല്ലേ, അവിടെ നിന്ന് വിട്ടു പോകാൻ സാധ്യത എന്ന് പറയുന്നത് പോലെ തന്നെ അവിടുത്തെ സർവീസ് കൊണ്ട് അല്ലെ ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന ഒരു സർവീസ് എന്ന് പറയുന്നത് നല്ല സേവനം അല്ലാതെ തോന്നുമ്പോഴാണ് അവർ ഇവിടെ നിന്ന് വിട്ടുപോകാനായിട്ട് സന്നദ്ധരാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ചിലപ്പോൾ ഡോക്ടറിന്റെ സാന്നിധ്യം, നഴ്സിന്റെ സാന്നിധ്യം ഒക്കെ ആയിരിക്കും. പക്ഷെ മറ്റേതെങ്കിലും അല്ലെ നമുക്ക് ചിലപ്പോൾ ആണെങ്കിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു രീതിയിൽ ചിലപ്പോ അവിടുത്തെ സേവനങ്ങള് നല്ലതല്ല അവിടെ. അപ്പൊ 3% മൂവ് അവേ എന്ന് പറയുമ്പോൾ ഒരു സാദൃശ്യം ഇവിടേക്ക് ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളത് എന്താണെന്ന് വെച്ചാൽ അവിടെ 3% മൂവ് അവേ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സൗകര്യാർത്ഥം ചിലപ്പോൾ പേഷ്യൻസിനൊക്കെ കൊണ്ടുപോകാം. റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് വളരെ ചിലപ്പോൾ വേണമെങ്കിൽ സൗകര്യാർത്ഥമായിരിക്കും അവര് കൊണ്ടുപോകുന്നത്. അതേസമയം ഇവിടെ എന്താണ് പറയുന്നത്? അവരുടെ സേവനത്തിൽ അല്ലെ ഡോക്ടറിന്റെയോ നഴ്സിന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ മിഷണറിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർക്കേഴ്സിന്റെയോ സേവനത്തില് തൃപ്തരല്ലാത്തത് കൊണ്ട് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത. എന്താണ് 68%? ഇവിടെ ലാസ്റ്റ് പോയിന്റിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 68% ലീവ് ബിക്കോസ് ഓഫ് a rude or a discourteous services. അതായത് മര്യാദയില്ലാത്ത പെരുമാറ്റം കൊണ്ട്. ഇപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ ഭാഗത്തെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് പറയാൻ എന്താണ്, ഇവർ ആഗ്രഹിക്കുന്ന മാതിരി തന്നെ ഇൻഫോർമേഷൻസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ ഡിസ്കർട്ടിയസ് സർവീസസ്, അതായത് മര്യാദയില്ലാത്ത ഒരു പരുഷ്യമായ ഒരു രീതിയിലുള്ള ആൻസറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 68% അവിടെ നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പേഷ്യൻസ് അവിടെ നിന്ന് വിട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചോദിക്കാറില്ല എങ്കിൽ കൂടി ഒരു 68% നിങ്ങളൊന്ന് പ്രാധാന്യം കൊടുക്കുക. അത് എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത വരുന്നത്? അവരുടെ പരുഷ്യമായ അല്ലെ ഗുഡ് ഓർ ഡിസ്കർട്ടിയസ് സർവീസസ്, അവരുടെ മര്യാദയില്ലാത്ത എന്താണ് സേവനം കാഴ്ചവെക്കുന്നത് കൊണ്ടാണ് പേഷ്യൻസ് അവിടെ നിന്ന് വിട്ടുപോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകാം. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ഭാഗങ്ങളാണ് അല്ലെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, കസ്റ്റമർ വാണ്ട്സ് ടു. നമുക്കറിയാം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു അല്ലെ? പ്രധാനമായിട്ടും ഏതാണ് പേഷ്യൻസ് എന്തായാലും എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുമോ? തീർച്ചയായിട്ടും നമുക്കറിയാം എങ്ങനെയെങ്കിലും രോഗം മാറണം എന്നുള്ളതാണ് മോസ്റ്റ് ആയിട്ട് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ? എല്ലാ പേഷ്യൻസും ആഗ്രഹിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അസുഖം എത്രയും പെട്ടെന്ന് മാറണം എന്നുള്ളതാണ് അല്ലെ?
അതുപോലെ തന്നെ നമുക്കറിയാം അവര് കുറച്ച് മൂല്യങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടാവും ഏതൊരു പേഷ്യന്റ് അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള ആഗ്രഹങ്ങളാണ്, അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് പറയുന്നത്. ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ പറയുന്നത് ഗ്രീറ്റ് അല്ലെ, അവരെ വെൽക്കം ചെയ്യണമെന്ന് നല്ല ഒരു മര്യാദയോട് കൂടിയിട്ട് ഓക്കെ നമ്മളെ കൺസിഡർ ചെയ്യാം, പേഷ്യൻസിനൊക്കെ കൺസിഡർ ചെയ്യണമെന്ന് പരിഗണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ വാല്യൂ, അതേമാതിരി തന്നെ വില കൽപ്പിക്കണം അല്ലെ. കൺസിഡർ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരെ ഒന്ന് വെൽക്കം ചെയ്യുക, അതാണ് ഗ്രീറ്റിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അപ്പൊ വെൽക്കം ചെയ്ത് നമ്മളെ സ്വീകരിക്കുക. ദെൻ വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വില കൽപ്പിക്കുക അല്ലെ. നമ്മള് പേഷ്യൻസ് ജസ്റ്റ് ഡോക്ടേഴ്സിനെ നഴ്സുമാരെ മാത്രമല്ല അവിടെയുള്ള റിസപ്ഷനിസ്റ്റ് വില കൽപ്പിക്കേണ്ടത്, തീർച്ചയായിട്ടും പേഷ്യൻസിനെയും കൂടി വില കൽപ്പിക്കണം അല്ലെ. അവരെ കിങ്ങിനെ പോലെ തന്നെ ഇത് ചെയ്യണമെന്നാണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞത് അല്ലെ. അപ്പൊ അത്രയും മര്യാദയോട് കൂടിയിട്ട് ആയിരിക്കണം ഇവരെ ചെയ്യണമെന്നാണ് ഓരോ കസ്റ്റമറും ആഗ്രഹിക്കുന്നത്. നമ്മളെ പരിഗണിക്കണം, നമ്മൾ ചെല്ലുമ്പോഴെ ചോദിച്ച് നമ്മുടെ വിശേഷങ്ങൾ ചോദിച്ചറിയണമെന്നാണ് ഓരോ പേഷ്യൻസും ആഗ്രഹിക്കുന്നത്. ദെൻ ഹെൽപ്പ്, അവരെ സഹായിക്കണമെന്ന്. നമുക്കറിയാം എന്താണ് രോഗമെന്ന് അറിയാൻ പാടില്ലാത്ത അല്ലെ, ആരെ കാണിക്കണമെന്ന് അറിയാൻ പാടില്ലാത്ത സിറ്റുവേഷനിലാണ് പോയെങ്കിൽ തീർച്ചയായിട്ടും ഒരു സഹായം റിസപ്ഷനിസ്റ്റിൽ നിന്ന് തീർച്ചയായിട്ടും പേഷ്യൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ എന്താണ് ലിസൺ, അവരെ കേൾക്കണം അല്ലെ. നമുക്കറിയാം വേദന കൊണ്ടായിരിക്കാം എങ്കിൽ കൂടി, അല്ലെങ്കിൽ ഉത്കണ്ഠ കൊണ്ട് ആയിരിക്കാം ചിലപ്പോ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ കൂടി അവരെ കേൾക്കും. ഓക്കെ, ആ ഒരു റിസപ്ഷനിസ്റ്റ് പാവമാണ്, കാരണം നമുക്ക് അത്രയും പെയിൻ ആണെങ്കിൽ കൂടി അത് വളരെ ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. നമ്മൾ ചിലപ്പോ പറയുന്നേക്കാം അല്ലെ, ഭയങ്കര കരച്ചില് ഭയങ്കര വിഷമത്തോടു കൂടിയൊക്കെയാണ് എങ്കിലും എല്ലാം പതിയെ കേട്ട് എന്താണ് മാറ്റർ എന്നുള്ളത് മനസ്സിലാക്കി എടുത്തു അല്ലെ. അപ്പൊ അത്രയും ലിസൺ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണമെന്ന് ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നുണ്ട്. ദെൻ ഇൻവൈറ്റ് ബാക്ക്, അതായത് വീണ്ടും അല്ലെ നമ്മള് പോകുന്നതോടൊപ്പം തന്നെ പൊക്കോട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ പറഞ്ഞേക്കുന്ന ഒരു രീതി ആവരുത്. തീർച്ചയായിട്ടും വീണ്ടും വരാനുള്ള ഒരു നല്ല അല്ലെ, നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തോ അല്ലെ. റിസപ്ഷനിസ്റ്റിന്റെ ഇടയ്ക്കൊക്കെ പേഷ്യൻസ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കാണാം അല്ലെ, കേൾക്കാം ഇങ്ങനെ എന്താണ് കഴിഞ്ഞല്ലേ ഡിസ്ചാർജ് ചെയ്തല്ലേ, ഓക്കെ അപ്പൊ മാറിക്കോളും, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അവര് നല്ലൊരു അറ്റ്മോസ്ഫിയറോട് കൂടി അവരെ പറഞ്ഞയക്കാനും എന്താണ് റിസപ്ഷനിസ്റ്റിൽ നിന്ന് ഓരോ പേഷ്യന്റും ആഗ്രഹിക്കും എന്നുള്ളത്. അവരെ ഗ്രീറ്റ് ചെയ്യാൻ, വാല്യൂ അല്ലെ, അവരെ വില കൽപ്പിക്കാൻ, ദെൻ അവരെ സഹായിക്കാൻ, ദെൻ അവരെ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും വരാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി തീർക്കാനൊക്കെ ആയിട്ട് ഏതൊരു പേഷ്യന്റും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷനും ഒരു പേഷ്യന്റിന്റെ പൊസിഷനും നമ്മൾ മൈൻഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ മതി. പോയിന്റ്സ് ഒക്കെ നമുക്ക് ഓക്കെയാണ്, നിങ്ങൾക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്തോട്ടെ. നെക്സ്റ്റ് നോക്കാം, ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD. OPD എന്ന് പറയുന്നത് എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഏരിയ അല്ലെങ്കിൽ ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. അതായത് നമുക്കറിയാം ഈ ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു പോസ്റ്റ് വരുന്നത് നമുക്ക് എപ്പോഴും എന്താണ്, എവിടെയാ റിസപ്ഷനിസ്റ്റിനെ കാണാറ്, സാധാരണയായിട്ട് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നമ്മളെ റിസപ്ഷനിസ്റ്റിന്റെ ഏരിയ ആയിട്ടതൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അവിടെ മാത്രമാണോ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉള്ളത്? ആണോ? അതേ വർക്ക് ചെയ്യുന്ന വേറെ പ്ലേസുകളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടോ? ഉണ്ട്. അത് എവിടേക്കാണ് കണ്ടേക്കുന്നത്? ഓരോ സെക്ഷനിലും മിക്കപ്പോഴും ഉണ്ടാവും അല്ലെ. ഓരോ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയഗ്നോസ്റ്റിക്കുമായിട്ട് അല്ലെ, രോഗനിർണയവുമായി ബന്ധപ്പെട്ട ചില മേഖലകളുണ്ട്. ലബോറട്ടറി ടെസ്റ്റിങ്ങും അതേമാതിരി സ്കാനിങ് സെന്ററുകളിലൊക്കെ ഇവരെ കാണാറുണ്ട് അല്ലെ. അതേമാതിരി തന്നെ കൺസൾട്ടേഷൻ റൂമിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു അറ്റൻഡർ അല്ലെ, ഒരു ആള് റിസപ്ഷനിസ്റ്റിന്റെ മാതിരി തന്നെ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് അപ്പോയിന്റ്മെന്റ് തരുന്നുണ്ട് ഇല്ലേ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ അല്ലെ. അതിൽ പറയുന്നത് മെയിൻ റിസപ്ഷൻ, നമുക്കറിയാം മെയിൻ റിസപ്ഷനിലെ എൻക്വയറി വിഭാഗവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും റിസപ്ഷനിസ്റ്റ് ഓരോ കസ്റ്റമേഴ്സും ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ടൊക്കെ മറുപടി പറഞ്ഞ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കൺസൾട്ടേഷൻ റൂമുകളിലും ഇതേമാതിരി തന്നെ അല്ലെ, ഓരോ പേഷ്യന്റ് ഇപ്പൊ നമുക്കറിയാം നമ്മളുടെ നമ്പർ അനുസരിച്ചിട്ട് തന്നെ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കും അല്ലെ, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം. എനിക്കറിയാം കേസിന്റെ കാർഡിയോളജിസ്റ്റിനൊക്കെ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവര് ആദ്യം തന്നെ എന്താണ്
നിങ്ങൾ ചെന്നിട്ട് അല്ലെ നിങ്ങളുടെ ECG റിപ്പോർട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ പ്രഷർ ചെക്ക് ചെയ്യണം. അതിന്റെയൊക്കെ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഡോക്ടറെ കാണേണ്ടത്. അപ്പൊ അവർക്ക് മുമ്പിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാനായിട്ട്, പേഷ്യൻസിനെ മനസ്സിലാക്കി തരാനൊക്കെ ആയിട്ട് ഒരു പേഴ്സൺ ഉണ്ട് അല്ലെ, ഓരോ കൺസൾട്ടേഷൻ ഗ്രൂപ്പ്. ഇൻ കേസ് നമുക്കറിയാം പുറത്ത് ഉള്ള സ്ഥാപനങ്ങൾ, ഒരു വലിയ ഹോസ്പിറ്റലിൽ അല്ലാതെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലും ഒരു കൺസൾട്ടേഷന്റെ റൂമിലൊക്കെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും അല്ലെ, റിസപ്ഷനിസ്റ്റ് കൗണ്ടർ ഉണ്ടാവും ഇല്ലേ, അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ തരപ്പെടുത്തി തരാനുണ്ട് ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ എവിടെയും നമ്മൾ റിസപ്ഷനിസ്റ്റിനെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിന്റെ ഏരിയയുടെ വിവിധ ഭാഗങ്ങൾ, ഫ്രണ്ട് ഓഫീസിൽ മാത്രമല്ല വിവിധ ഭാഗങ്ങളിലെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റുകളുണ്ട്. അപ്പൊ അവിടെ എന്താണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ അവര് എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി മാത്രമായിരിക്കും ചെയ്യുക. ചിലപ്പോൾ എന്താണ് സ്കാനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് അവര് പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ രണ്ട് രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന റിസപ്ഷനിസ്റ്റ് ഉണ്ട്. അവര് ക്ലിനിക്കൽ ഡ്യൂട്ടി മാത്രമല്ല അല്ലെ, മറ്റ് ഡോക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ക്ലിനിക്കൽ ഡ്യൂട്ടിയും ക്ലിനിക്കൽ ഡ്യൂട്ടിയും ഒന്നിച്ച് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പഠിക്കാനുണ്ട് താഴേക്ക്. അപ്പൊ വ്യത്യസ്ത ഏരിയകളിലെല്ലാം തന്നെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിട്ടുള്ളതാണ്. ഡയഗ്നോസ്റ്റിക് മേഖലയിൽ നോക്കാം, രോഗനിർണയ മേഖലകളുമായി ബന്ധപ്പെട്ട ECG, എക്കോ ടെസ്റ്റ്, MRI സ്കാന്, അല്ലെങ്കിൽ CT സ്കാന്, അങ്ങനെയൊക്കെയുള്ള ഓരോ സ്കാനിങ് സെന്ററുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെയൊക്കെ ചെല്ലുമ്പോഴും റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ട് അല്ലെ. അവര് നമ്മളിൽ നിന്നും എന്താണ് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മളോട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്ന് ടൈമിൽ തന്നെ നമുക്ക് റിസൾട്ടുകളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അല്ലെ. നമ്മൾ കാണാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക, എവിടെയൊക്കെ റിസപ്ഷനിസ്റ്റ് വരാം. മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക്, ECG, എക്കോ, MRI, CT സ്കാൻ, അങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ ഒരു വേക്കൻസികൾ അല്ലെ, റിസപ്ഷനിസ്റ്റ് വരാനുള്ള സാധ്യത. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്തേരെ, ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. എവിടെയൊക്കെയാണ് റിസപ്ഷനിസ്റ്റിനെ ആ ഒരു ലെവലിൽ തന്നെ. നെക്സ്റ്റ് നോക്കാം, അണ്ടർസ്റ്റാൻഡ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. അതായത് നമ്മളിപ്പോ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിന് കുറെ ഗുണങ്ങൾ വേണം എന്നുള്ള കാര്യമൊക്കെ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മുടെ മൈൻഡിലേക്ക് പല പല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട്. അതുമാതിരി തന്നെ ചില വെല്ലുവിളികളും ഉണ്ട് അല്ലെ. പല വെല്ലുവിളികളും നേരിടേണ്ടതായിട്ട് വരുമോ? സാധ്യതയുണ്ടോ? വരാനായിട്ടുള്ള സാധ്യതയുണ്ടോ? വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുമോ? എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണെന്ന് പറയാമോ? എന്തൊക്കെ ചാലഞ്ചസ് അവര് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും? നമുക്കറിയാം, റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്നത് ഡിഫറെന്റ് പേഴ്സൺസ് ആണ് അല്ലെ. അവരുടെ ചിലരൊക്കെ പൊട്ടിത്തെറിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അല്ലെ. ചില ഡ്രഗ് അഡിക്ഷനൊക്കെ വരുന്നുണ്ടാവും, ഗ്യാങ് അല്ലെ, ഭയങ്കര എന്താ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടാവും. ഡിസ്റെസ്പെക്ട് ഫ്രം പേഷ്യൻസ്, ഓക്കെ, റെസ്പെക്ട് പേഷ്യൻസിൽ നിന്ന് നല്ല റെസ്പെക്ട്, നല്ല ബഹുമാനമൊന്നും ഇല്ലാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമുക്കറിയാം വ്യത്യസ്ത നേച്ചറുള്ള പേഷ്യൻസ് ആണ് വരുന്നത് അല്ലെ, കൗണ്ടറിലേക്ക് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്കറിയാം അവരോട് വിനയത്തോടും മര്യാദയോടൊക്കെ പെരുമാറണം എന്നുള്ളത് ഓക്കെ, പക്ഷെ ഉറപ്പായിട്ടുള്ളവരുടെ നമുക്ക് പിടിച്ചെല്ലാനൊന്നും പറ്റിയെന്നും വരില്ല അല്ലെ. മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് തന്നെയാണ്. അവരുടെ വികാരങ്ങളെ അല്ലെ, അതിനെ മാനേജ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലപ്പോൾ അൺകൺട്രോളബിൾ ആണ്. നമ്മൾ ഓക്കെ ആണെങ്കിൽ കൂടി, റിസപ്ഷനിസ്റ്റ് ഓക്കെ ആണെങ്കിൽ കൂടി അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എന്താണ് ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് മണി മാനേജ്മെന്റ്. ഓക്കെ, മണി മാനേജ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ പ്രശംസകളൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ ഇറ്റിക്വേറ്റ്. അതായത് നമുക്കറിയാം ഫോണും അല്ലെ, റിസപ്ഷനിസ്റ്റ് പല പല ഡ്യൂട്ടി ചെയ്യണം. ഫ്രണ്ടിൽ വരുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് കൊടുക്കണം. ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് ചിലപ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടാവും, അവർക്ക് മെസ്സേജ് അയക്കണം. അതിന്റെ ഇടയ്ക്കായിരിക്കും ഫോണുകളൊക്കെ വരുന്നത്, ഫോണുകൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ വോളിയം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അല്ലെ, അവരിങ്ങനെ ഭയങ്കരമായിട്ട് റിങ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അത് എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്, ഇവർക്കും അല്ലെ, റിസപ്ഷനിസ്റ്റിനും ബുദ്ധിമുട്ടാണ്. കാരണം മറ്റുള്ളവർക്ക് മെസ്സേജുകൾ പാസ് ചെയ്യുമ്പോഴും അവർക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് കൃത്യമായിട്ട് കേൾക്കാനോ പറ്റണമെന്നില്ല. അപ്പൊ ആ ഒരു മര്യാദകൾ കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സ്ട്രഗിൾ ആയിട്ടുള്ള ഒരു ചലഞ്ച് തന്നെയാണ്. ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ ഇറ്റിക്വേറ്റ്, മര്യാദകൾ പാലിക്കാൻ പറ്റുക എന്നുള്ളത്. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ.
ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഭയങ്കര ക്യൂ ആയിരിക്കും അല്ലെ. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആയിരിക്കും. എന്താണ് അവിടെ തർക്ക കണക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവരെ ഒന്ന് മാനേജ് ചെയ്ത് നല്ല രീതിയിലുള്ള ഫ്ലോ ആക്കി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അവർക്ക് നേരിടേണ്ടതായിട്ട് വരുമെന്നുള്ളത്. റിസപ്ഷനിസ്റ്റിന് അതിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഡ്യൂട്ടി അത് ബാധിക്കും അല്ലെ. അവർക്കത് നന്നായിട്ട് തന്നെ അവർക്ക് ടിക്കറ്റുകളൊന്നും കൊടുക്കാനായിട്ടൊന്നും സാധിച്ചില്ല. ദെൻ കംപ്ലൈന്റ് റെസൊല്യൂഷൻ. നമുക്കറിയാം പരാതികൾ ഉണ്ടാവാനായിട്ടുള്ള കാര്യമാണ് അല്ലെ. പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താം അല്ലെ. റെസൊല്യൂഷൻസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ചിലപ്പോ ഇവർക്ക് റെസൊല്യൂഷൻസ് റിസപ്ഷനിസ്റ്റിന് പരാതികൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. കാരണം ഇവരെ കൊണ്ട് പറ്റാത്ത മാറ്റേഴ്സ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമ്മള് ഇമോഷൻ അനുസരിച്ചിട്ട് എല്ലാവരും ഇമോഷൻസിനെ ഫേസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ഇവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ചലഞ്ചസ് റിസപ്ഷനിസ്റ്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട്. ഹസ്ബൻഡ് പറയുന്നത് ഇമോഷനെ അല്ലെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നവരില്ല. പിന്നെ ഫോണിന്റെ ആദ്യത്തെ മര്യാദകൾ ചിലപ്പോൾ പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോ ഇവിടെ അല്ലെ ചോദിച്ചറിയുന്ന മാറ്റേഴ്സിന് മറുപടികൾ പറയുന്നതോടൊപ്പം തന്നെ ഫോണെടുത്ത് അവിടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാന്നൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്താണ് ക്യൂ ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അല്ലെ ഒഴുക്കിനെ തൃപ്തിപ്പെടുത്താനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അത് മാത്രമല്ല എന്താണ് പരാതികൾക്ക് അല്ലെ പരിഹാരം ചിലപ്പോൾ എല്ലാം നിർദ്ദേശിക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ചിലപ്പോഴൊക്കെ ഏതൊക്കെ ചലഞ്ചസ് പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ ഉണ്ടല്ലോ, ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് അല്ലെ ഒരു റിസപ്ഷനിസ്റ്റിന്റെ വെല്ലുവിളികൾ എന്താണെന്നുള്ളത്. വായിച്ചു നോക്കുമ്പോൾ ആൻസർ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. ഇവിടെ നെക്സ്റ്റ് നോക്കാറുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോണതിന് തടസ്സമില്ല അല്ലെ, തടസ്സമില്ലല്ലോ. ഓക്കെ, മെയിൻ ഗോൾ ആണ് നെക്സ്റ്റ് പറയുന്നത്. മെയിൻ ഗോൾ നോക്കാം. യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദർ ഫേസ് ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ well taken care of by you and your employees or colleges. അതായത് നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ പേഷ്യന്റ് ആയിട്ട് ചെല്ലുകയാണെങ്കിൽ രോഗം മാറി തിരിച്ചു പോകണം അല്ലെ. അതാണ് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു കാര്യം അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ സംതൃപ്തിയോടു കൂടിയിട്ടാണ് പേഷ്യൻസ് പോകുന്നതൊക്കെ. അവര് നല്ല ഹോസ്പിറ്റലാണ്, ഓക്കെ നമുക്ക് നല്ല സേവനങ്ങളാണ് അവിടുന്ന് കിട്ടിയത് അല്ലെ, ഒരു സംതൃപ്തിയോട് കൂടിയില്ല അവിടെയുള്ള എല്ലാവരോടും സഹപ്രവർത്തകരോടൊക്കെ നന്ദി പറഞ്ഞ് പോകുമ്പോൾ അതാണ് എന്താണ് റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ്. അതായത് കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഒരു സ്മൈലോട് കൂടിയിട്ട് തൃപ്തിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഫേസിൽ വായിച്ചറിയാൻ പറ്റണം അവര് ഓക്കെയാണ് ഹാപ്പിയാണെന്നുള്ളത്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദിയർ ഫേസ് അല്ലെ, ആൻഡ് ഫീലിംഗ് ഓഫ് ഹാവിംഗ് ബീൻ വെൽ ടേക്ക് കെയർ. നമുക്ക് നല്ല അയാൾക്ക് അല്ലെ ആ ഒരു പേഷ്യന്റിന് നല്ല കെയർ കിട്ടി, നല്ലൊരു സംരക്ഷണം കിട്ടി എന്നുള്ളതിന്റെ ആ ഒരു സ്മൈൽ സാറ്റിസ്ഫാക്ഷൻ അവരുടെ മുഖത്ത് പ്രകടനമാക്കുക അല്ലെ. അത് റിസപ്ഷനിസ്റ്റിനെയും സഹപ്രവർത്തകരെയും അറിയിക്കുക എന്നുണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് ആ റിസപ്ഷനിസ്റ്റിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം തന്നെ, ആ ലക്ഷ്യം കൈവരിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. എന്താണ് മെയിൻ ഗോൾ അല്ലെ, സ്മൈൽ ആൻഡ് ഫേസ് ഓൺ ദിയർ ഫേസ് ആൻഡ് അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് പോകാറ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇങ്ങനെ തന്നെ വരുമ്പോഴല്ലേ ഓരോന്ന് 1 by 1 ആയിട്ടുള്ള ഡിസ്കഷൻ ആണ്. അപ്പൊ ഇനി അടുത്തതിലേക്ക് വരുമ്പോ ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമർ. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാവരും അല്ലെ, റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവർക്കും വ്യത്യസ്ത ഫേസിലാന്നുള്ള കാര്യം നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതില് അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ, അവരെങ്ങനെ ഡീൽ ചെയ്യണേന്നാ പറയുന്നത്. നോക്കാം. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. ആദ്യം തന്നെ അല്ലെ അവരെ അപ്സെറ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവരെന്തും മൈൻഡ് ചെയ്യേണ്ട എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്.
അവരെ മൈൻഡ് ചെയ്യണം അല്ലെ, നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചേക്കേണ്ടത്. അവരെ കേൾക്കാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി എന്താണ് ഈ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ അവരെ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെ. ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അവരെ ശ്രദ്ധിക്കുക, അവർ പറയുന്നത് കേൾക്കുക, ദെൻ സൊല്യൂഷൻ പറ്റുന്നതാണ് എങ്കിൽ സൊല്യൂഷൻ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കും. Then if you cannot solve the problem, ask your supervisor or a superior to solve the problem or offer alternatives. അതായത് നമ്മളെ കൊണ്ട് അല്ലെ റിസപ്ഷനിസ്റ്റിനെ കൊണ്ട് പറ്റിയില്ല എങ്കിൽ, നമുക്കറിയാം ചില റെസൊല്യൂഷൻസ് ഒന്നും അവർക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ട്. അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്താണ് അവരുടെ സൂപ്പർവൈസറിനെ പറയാം അല്ലെ, ഇങ്ങനെ ഒരു മാറ്ററുമായിട്ട് വന്നിട്ടുണ്ട് ഒരു പേഷ്യന്റ്, എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സൂപ്പർവൈസറിനോട് അല്ലെങ്കിൽ സുപ്പീരിയറോട് അവരുടെ മേലധികാരിയോട് ഡിസ്കസ് ചെയ്യുക. ദെൻ എന്താണ് അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരെന്തെങ്കിലും സൊല്യൂഷൻ പറയും അല്ലെ. ആ സൊല്യൂഷനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം, ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. അപ്പൊ അവര് എന്തെങ്കിലും സൊല്യൂഷൻസ് ഓൾട്ടർനേറ്റീവ്സോ അല്ലെ പകരത്തിന് പകരമായിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻ ഒക്കെ അവർ നിർദ്ദേശിക്കും അല്ലെ. അപ്പൊ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇവരുടെ പ്രോബ്ലം ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുവാനാണ്. ഫസ്റ്റ്ലി എന്താണ് അവരെ ലിസൺ ചെയ്തിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് കൈമാറാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇവരെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആരായിട്ട് ഡിസ്കസ് ചെയ്യാനാ പറയുന്നത്? ആരായിട്ട് ഡിസ്കസ് ചെയ്യാനാ പറയുന്നത്? ഓക്കെ, സൂപ്പർവൈസറിനോടോ അല്ലെ മേൽനോട്ടക്കാരനോടോ അല്ലെങ്കിൽ സുപ്പീരിയറോടോ മേലാധികാരിയോടോ പറയുക അല്ലെ. ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും സുപ്പീരിയർ അല്ലെ. അപ്പൊ അവരോട് ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെ, ഒരു ഓൾട്ടർനേറ്റീവ് എങ്കിലും, അതായത് പകരത്തിന് എന്തെങ്കിലും സൊല്യൂഷന് പകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം അവർക്ക് നിർദ്ദേശിക്കാനായിട്ട് ശ്രമിക്കുവാനാണ്. ഓക്കെ, ഇത് എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞത്? എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യം പറഞ്ഞത്? അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പോയിന്റ്സ് ആണ് നോക്കിയത്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലെ? എല്ലാവരും ഇവിടെ തന്നെ ആയിരുന്നു. അവര് ഞാൻ ഹാപ്പിയാണ്. കാരണം ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജുകൾ കാണുമ്പോൾ ഓക്കെ നമ്മളെ ശ്രമിക്കുന്നുണ്ട് അല്ലെ. അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചേഴ്സിന് ഏറ്റവും ആഗ്രഹമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ വല്ലോടെ ഉറക്കം തൂങ്ങിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പൊ നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ ഹാപ്പി ആവുമ്പോൾ നമുക്ക് അല്ലെ നമുക്ക് ക്ലാസ് എടുക്കാനും തോന്നും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി നീങ്ങാനൊക്കെ ആയിട്ട് സാധിക്കും. തന്നെ നമുക്ക് ഇനി എന്തായാലും ഇത് തുടങ്ങിയാലും എന്ത് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. റോൾ മോഡലുകളാണ്. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കാം. ഇതുവരെയുള്ള ഇത് നിങ്ങളൊന്ന് നോക്കാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ചോദിക്കാം, ക്ലിയർ ചെയ്ത് പോകാം. വായിച്ചോ. പറഞ്ഞോളൂ. ഒരു ഡൗട്ട് ഉണ്ട് മാം, ചോദിക്കാൻ വേണ്ടിട്ട് ഓണാക്കിയതാണ്. പക്ഷെ ഇവിടെ എനിക്കൊരു കുട്ടിയുണ്ട്. കുട്ടി ഭയങ്കര കരച്ചിലാണ്, അത് അൺമ്യൂട്ട് ആക്കിയ. പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. മാം, എനിക്ക് എക്സാം ആയിട്ടാണ് ഒരു ഡൗട്ട് ഉള്ളത്. ഈ എക്സാമിന് അതല്ല മാം, എല്ലാ ഡൗട്ടുകളും നിങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഉള്ള അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നിർദ്ദേശിക്കാൻ പറ്റുന്ന അവർ തന്നെയാണ്. ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം. മറ്റേ ഫൈനൽ എക്സാമുകൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ നിഷാ മാമും സാറും തന്നിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാനേജ്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. മറ്റെന്തെങ്കിലും ക്ലാസ്സുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഡൗട്ടുകൾ ക്ലിയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ മാം. ഒന്നുകൂടി മെസ്സേജ് അയക്കാം. ഫസ്റ്റ് അതില് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്
ഉണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? മെസ്സേജ് അയച്ച് ഞാൻ ക്ലിയറായിട്ട് വായിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് പറഞ്ഞു തരൂ. ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് താരിഫാണ്. അതായത് താരിഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ടാക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീലിങ്സ് വരാനായിട്ടുള്ള സാധ്യതയാണ് അല്ലെ. ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനത്തിലേക്ക് അല്ലെ, എന്തെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെ വലിയ വലിയ സംഗതികളൊക്കെ നടക്കുമ്പോഴും എന്ത് ചെറിയ സംഭവം ആണെങ്കിലും നമുക്കറിയാം ചെറിയൊരു ടാക്സേഷന്റെ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടെങ്കിൽ അവിടെ GST-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതെന്താന്നുള്ളത് ചിലപ്പോ എന്താണ് എല്ലാവർക്കും അറിയണമെന്നില്ല, പേഷ്യൻസിനൊന്നും അറിയണമെന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എന്തുകൊണ്ടാണ് ഇത് ഇത്രയും എമൗണ്ട് അവിടേക്ക് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അവിടെ കൃത്യമായിട്ടുള്ള ബില്ലിംഗ് സെക്ഷനിലുള്ള വ്യക്തികൾക്ക് അത് കളക്ട് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിരുന്നു. അപ്പൊ അത്തരത്തില് താരിഫുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് ഉണ്ട് എന്നുള്ളത് ഇൻഫോം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള ഡീലിങ്സ് നമുക്കറിയാം ബില്ലിംഗ് സെക്ഷനുമായി ബന്ധപ്പെട്ടായിരിക്കും അവരെ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുന്നത്. പക്ഷെ താരിഫ് എന്നുള്ളത് എന്താണ് നമ്മുടെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് എന്താണ് വ്യക്തമാക്കി പേഷ്യൻസിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് അല്ലേ ചോദിച്ചത്? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റിന് മുമ്പിലുള്ള പോയിന്റ് അത് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. ഓക്കെ, പേഴ്സണൽ ഡാറ്റ ഇനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഐഡന്റിഫൈ അല്ലെ. നമ്മൾ സാധാരണയായിട്ട് നമ്മളുടെ എല്ലാ ഇൻഫോർമേഷൻസും ഡോക്ടേഴ്സ് നമുക്കറിയാം ഒരു പുറത്തു നിന്നുള്ള പേഷ്യൻസ് ആണ് എങ്കിൽ അവർ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ചിലപ്പോൾ കളക്ട് ചെയ്തെന്ന് വരും അല്ലെ. കാരണം ID പ്രൂഫ് ആയിട്ട് ചിലപ്പോൾ ചില സംഗതികളെല്ലാം ഉൾപ്പെടുത്തേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മാറ്റേഴ്സുകൾ തീർച്ചയായിട്ടും അങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില മാറ്ററുകൾ കൂടി സ്വീകരിക്കും. ഇപ്പൊ എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ ഒക്കെ ഒരേപോലെ ആണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ചിലപ്പോൾ പാസ്പോർട്ടിന്റെ ഒക്കെ കോപ്പികളൊക്കെ അവര് ചോദിച്ചിരിക്കും. ആധാർ ID നമ്മളെ പോലെയുള്ള വേറെ വേറെ ഡിസ്ട്രിക്റ്റ് അല്ല വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെ വേറെ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ആധാർ ID ഒക്കെ ചിലപ്പോൾ പ്രൂഫിന് വേണ്ടി ചോദിച്ചിരിക്കും. ഇതാണ് ഡാറ്റ നീഡഡ് ഫോർ രജിസ്ട്രേഷൻ. പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ ഇനി ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫയബിൾ നാച്ചുറൽ പേഴ്സൺ. കേസ് സാധാരണക്കാർക്ക് ചിലപ്പോൾ ചോദിച്ചെന്ന് വരില്ല കേട്ടോ. അത് നാച്ചുറലി നമ്മുടെ നെയിമും ഏജും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് പോയെന്നിരിക്കും. പക്ഷെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിൽ നിന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവര് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസും കളക്ട് ചെയ്യും. ക്ലിയർ ആയോ? എന്തെങ്കിലും അതൊക്കെ നമ്മൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹെഡിങ് ആണെങ്കിലും കുറേശ്ശെ മനസ്സിലാക്കി പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.